പ്രമേഹ രോഗികൾ നേത്ര സംരക്ഷണത്തിന് വേണ്ടി അവലംബിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, പ്രമേഹം നമ്മുടെ രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഇത് പ്രമേഹം കണ്ണിൻ്റെ രക്തക്കുഴലുകളെയും ബാധിക്കുന്നു. അപ്പോൾ കണ്ണിൻ്റേക്കുള്ള രക്തയോട്ടം കുറയുകയും ഇത് കാഴ്ചയ്ക്ക് 2 രീതിയിലാണ് പ്രമേഹം കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാക്കുന്നത്. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ളൊരവസ്ഥ കൊണ്ടാണ് പ്രമേഹ രോഗികൾക്ക് കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാക്കുന്നത്. ഇത് 2 തരത്തിലാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി രോഗിക്ക് കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാക്കുന്നത്. ആദ്യത്തേത് നമ്മൾ ഡയബറ്റിക് മാക്കുലർ എഡീമ എന്ന് പറയും. അതായത് കണ്ണിൻ്റെ റെറ്റിനയുടെ സെൻട്രൽ ആയിട്ട് വരുന്ന ഭാഗത്തെ നമ്മൾ മാക്കുല എന്ന് പറയും. ഇതാണ് നമ്മുടെ ആ ഒരു ക്ലിയർ ആയിട്ടുള്ള കാഴ്ചയ്ക്ക് 90% ഓഫ് നമ്മുടെ കാഴ്ച നമുക്ക് നൽകുന്ന ഭാഗമാണ് മാക്കുല എന്ന് പറയുന്നത്. ഈ മാക്കുലയിലോട്ട് നീർക്കെട്ട് വരുന്നു. ഈ നീർക്കെട്ട് വരികയും അതുമൂലം കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് ഡയബറ്റിക് മാക്കുലർ എഡീമ. രണ്ടാമതായി, പ്രമേഹ രോഗികളിൽ അബ്നോർമലായിട്ട് ചെറിയ രക്തക്കുഴലുകൾ വളർന്നു വരികയും ഇതിൽ നിന്നും അമിതമായിട്ടുള്ള രക്തസ്രാവം കണ്ണിൻ്റെ ഉള്ളിലേക്ക് സംഭവിക്കുകയും ഇത് കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാക്കുകയും ചെയ്യുന്നു. ഈ 2 രീതിയിലാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലം രോഗിക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഡയബറ്റിക് രോഗി ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് എങ്ങനെ നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിക്കും? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രോപ്പറായിട്ടുള്ള പ്രമേഹ നിയന്ത്രണമാണ്. നല്ല പ്രമേഹ നിയന്ത്രണം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം, ഈ കോംപ്ലിക്കേഷൻസിലോട്ട് പോകുന്നത് നമുക്ക് ഫലപ്രദമായി തടയുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് പ്രോപ്പറായിട്ടുള്ള എക്സസൈസും മറ്റ് അനുബന്ധ രോഗങ്ങളുണ്ടെങ്കിൽ അവ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അനുബന്ധ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അമിതമായ രക്തസമ്മർദ്ദം, കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതൽ, ഇതൊക്കെയാണ് ഉണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ ചികിത്സ അവലംബിക്കേണ്ടതാണ്. അതുപോലെ സ്മോക്കിംഗ് നമ്മൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം. കാര്യം നമുക്കറിയാം, പ്രമേഹം നമ്മുടെ രക്തക്കുഴലുകളുടെ വ്യാപ്തി കുറയ്ക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഒരു കാരണവശാലും ഒരു പ്രമേഹ രോഗി പുകവലിക്കുവാൻ പാടുള്ളതല്ല. വർഷത്തിലൊരിക്കൽ ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തുകയാണെങ്കിൽ നമുക്ക് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ള രോഗം ആരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആരംഭ ദിശയിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് ഗുരുതരമായിട്ടുള്ള കാഴ്ച മങ്ങലിലേക്ക് പോകുന്നത് നമുക്ക് ഫലപ്രദമായി തടയുവാനായിട്ട് സാധിക്കും. ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ചികിത്സ ഒരു 30% രോഗികളിലും ആരംഭ ദിശയിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചികിത്സാ രീതിയും അവലംബിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിലുള്ള പ്രമേഹ നിയന്ത്രണം കൊണ്ട് തന്നെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസിലോട്ട് നീങ്ങുകയാണെങ്കിൽ, അതായത് ഡയബറ്റിക് മാക്കുലർ എഡീമയായിട്ടോ അല്ലെങ്കിൽ കണ്ണിലോട്ട് ബ്ലീഡിങ്ങോ ഒക്കെ വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കണ്ണിനുള്ളിലേക്ക് ലേസർ ചികിത്സയും അതുപോലെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുന്ന ചില ഇഞ്ചെക്ഷൻസ് ഉണ്ട്, നീർക്കെട്ട് കുറയ്ക്കുവാനും അതുപോലെ ബ്ലീഡിങ് കുറയ്ക്കുവാനായിട്ടുള്ള ഇഞ്ചെക്ഷൻസ്. അവ ചില അവസരങ്ങളിൽ ചെയ്യേണ്ടതായിട്ട് വരും. അമിതമായിട്ടുള്ള രക്തസ്രാവമോ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഞരമ്പ് വിട്ടുപോകുന്ന ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്നൊക്കെയുള്ള ഒരു അഡ്വാൻസ് സ്റ്റേജിലോട്ടൊക്കെ പോകുമ്പോൾ പലപ്പോഴും കണ്ണിൻ്റെ ഉള്ളിൽ ശസ്ത്രക്രിയ വേണ്ടിവരും. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു പ്രിവെൻറ്റബിൾ ഡിസീസാണ്. അതായത് നല്ല രീതിയിലുള്ള ഒരു പ്രമേഹ നിയന്ത്രണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രോഗത്തെ ഫലപ്രദമായി തടയുവാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ അതേസമയം റെറ്റിനോപ്പതി പോലെ നമുക്ക് കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ട കാഴ്ച വീണ്ടെടുക്കുക വളരെ ദുഷ്കരമാണ്. അപ്പോൾ അമേരിക്കൻ അക്കാഡമി ഓഫ് ഒഫ്താൽമോളജിയുടെ ഒരു ആപ്തവാക്യമുണ്ട്, ചെക്ക് ഏർലി ടു സീ ക്ലിയർലി. അതായത് എല്ലാ പ്രമേഹ രോഗികളും വർഷത്തിലൊരിക്കൽ നിർബന്ധമായും കൃഷ്ണമണി വികസിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ രോഗം നമുക്ക് ആരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുകയും കാഴ്ച നഷ്ടപ്പെടുന്നത് തടയുവാനായും സാധിക്കും. അതുപോലെ പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്ന മറ്റ് നേത്രരോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടിക്കടി കൺകുരു വരിക, അതുപോലെ കണ്ണിൻ്റെ ലിഡ് മാർജിൻസ് അല്ലെങ്കിൽ പീലിയുടെ ഭാഗത്ത് താരൻ അല്ലെങ്കിൽ പൂപ്പൽ പോലത്തുള്ള അസുഖം, ബ്ലിഫറൈറ്റിസ് എന്ന് പറയും, ഇവയുണ്ടാകുക. സിവിയർ ആയിട്ടുള്ള ഡ്രൈ ആയി കണ്ണുനീരിൻ്റെ ജലാംശം കുറഞ്ഞിട്ട് ഉണ്ടാകുന്ന ഡ്രൈനെസ്, ഇവയൊക്കെ പ്രമേഹ രോഗികളിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ തിമിരം, കണ്ണിൻ്റെ ഉള്ളിലെ മർദ്ദം കൂടുന്ന അവസ്ഥയായ ഗ്ലോക്കോമ, ഇവയെല്ലാം തന്നെ പ്രമേഹ രോഗികളിൽ നമ്മൾ ഒരു 2 മടങ്ങ് അധികമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രോഗങ്ങളെല്ലാം നമ്മൾ ഫലപ്രദമായിട്ടുള്ള പ്രമേഹ നിയന്ത്രണത്തിലൂടെയും അതുപോലെ വർഷത്തിലൊരിക്കൽ ഒരു സമ്പൂർണ്ണ നേത്ര ചികിത്സ നടത്തുന്നതിലൂടെയും ഫലപ്രദമായി ചികിത്സിക്കുവാനും അതുപോലെ കാഴ്ച മങ്ങലുണ്ടാകുന്ന തടയുവാനും സാധിക്കും.